ആദ്യം അമ്മ എന്നല്ലേ ആദ്യം ചേച്ചി എന്നൊക്കെ ആയിരുന്നു. ആദ്യം ചേച്ചി ഇതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അമ്മയെന്നുള്ള വിളി തുടങ്ങിയ ശേഷം സ്വന്തം അമ്മയെ പോലെ തന്നെയാണോ? ആ പറയുന്ന പോലെ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ തന്നെ അമ്മ എക്സ്പോസ് ചെയ്ത് ചെയ്യുന്നു. തോന്നിയില്ല, അത് അമ്മയുടെ ഇഷ്ടം ചേട്ടൻ വിചാരിച്ചു. കണ്ടോ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടത്തിന് നടക്കുന്നു. കിച്ചു അധികം സംസാരിക്കേണ്ട ആളാണോ? സംസാരിക്കും. അതെ, അടുത്ത് ഫ്രണ്ട്സിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ആ അധികം അറിയാത്ത ആൾക്കാരോടൊന്നും മിണ്ടില്ല. സംസാരിക്കല് കുറവാണ്. അതെ, ഇവിടെ ഒരു ഫ്രണ്ട് ആയിട്ടാവുന്ന ഫ്രണ്ടാണോ എപ്പോഴും കൂടെ ഉണ്ടാവുക? എന്റെ അവിടെ കുറച്ചെപ്പോഴും കുറച്ച് കൂട്ടുകാർ കാണും കൂടുതൽ ഉണ്ടാവും. പക്ഷെ പുറത്തെ ആൾക്കാരോടൊന്നും അത്ര വലിയ ആയിട്ട് ഇല്ല. അമ്മയുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. അതിന് വരുന്ന കമന്റ്സ് ഒക്കെയോ? അങ്ങനെ നോക്കാറുന്നില്ല, വീഡിയോ വരുമ്പോ ജസ്റ്റ് കാണും. അമ്മ ഷൂട്ടൊക്കെ വരുന്ന സമയത്ത് കിച്ചനോട് വിളിച്ച് പറയാറുണ്ടോ? ഇടക്കിടക്കൊക്കെ പറയും. ഫസ്റ്റ് ഈ ഒരു മറ്റേ ദാസേട്ടനുമായിട്ട് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞായിരുന്നു. ഉണ്ട്. അന്നേരം എന്താ തോന്നിയേ? തോന്നിയില്ല, അത് അമ്മയുടെ ഇഷ്ടം ചേട്ടൻ വിചാരിച്ചു. അതെ. എന്നിട്ട് അതിന്റെ ഔട്ട് വന്നിട്ട് വീഡിയോസ് ഒക്കെ പുറത്ത് വന്നപ്പോ കണ്ടായിരുന്നോ? അതിന്റെ താഴെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്ന് ആകെ വൈറലായി. വീഡിയോ കണ്ട് ജസ്റ്റ് ഓ അത്രേ ഉള്ളൂ. ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്ന് കണ്ടപ്പോഴത്തേക്ക് അമ്മ അത്രയും പേര് മോശമൊക്കെ പറയുന്നു കണ്ടപ്പോഴത്തേക്ക് ഞാൻ അങ്ങനത്തെ സൈഡിലോട്ട് മൈൻഡ് ചെയ്യാറില്ല. ഇല്ല. ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ എടാ അങ്ങനെയാണല്ലോ? അവർക്കും അറിയാം കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊന്നും കമന്റ്സ് ഒന്നും ഫ്രണ്ട്സ് ആയാലും പറയാറുണ്ട്. ഇഷ്ടമല്ലേ? അതെ, അതിപ്പം ഫസ്റ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അമ്മ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും വിവാദമാവുമെന്ന് കരുതിയില്ല. ഓക്കെ, എല്ലാരും ശ്രദ്ധിക്കുന്ന കരുതി, പക്ഷെ വിവാദമാവുമെന്ന് കരുതിയില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിവാദമായി ഭയങ്കരമായിട്ട് അമ്മയെ തേജോവധം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ കമന്റുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കോ വേണ്ട, അമ്മ എന്തിനാ ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെയൊക്കെ തോന്നിയോ? ഇനി അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അമ്മയുടെ ഇഷ്ടമല്ലേ ചെയ്യട്ടെ, അങ്ങനെയാണ്. അതെ, കൂടുതലും എന്താ പറയാ, എല്ലാരും പറയുന്നതെന്ന് വെച്ചാ കണ്ടോ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടത്തിന് നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട്. അതിനെ എങ്ങനെയാ നോക്കിക്കാണുന്നേ? ഇല്ല. പറയുന്ന എപ്പോഴും അതുപോലെ തന്നെ രേണു ചേച്ചി പറയാറുള്ളതെന്ന് പറഞ്ഞാല് ഋതുക്കുട്ടിനെക്കാളും കാര്യമാണ് കിച്ചുനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നാ പറയാറുള്ളത്. അതിനെപ്പറ്റി എന്താ കിച്ചുവിന് പറയാനുള്ളത്? ആയിരിക്കും. എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യം. അതായത് കിച്ചു ഒരു ഇച്ചിരി, അതായത് കിച്ചുവിന് ഒരു അറിവായതിനു ശേഷമല്ലേ രേണു ചേച്ചിനെ പരിചയപ്പെടുന്നത്. അപ്പൊ ഫസ്റ്റ് കണ്ട അന്ന് മുതലേ അങ്ങനെ, അതായത് അമ്മയെന്ന് തന്നെയാണ് വിളിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആദ്യം അമ്മ എന്നല്ലേ ആദ്യം ചേച്ചി എന്നൊക്കെ ആയിരുന്നു. ആദ്യം ചേച്ചി ഇതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അമ്മയെന്നുള്ള വിളി തുടങ്ങിയ ശേഷം സ്വന്തം അമ്മയെ പോലെ തന്നെയാണോ? അതെ. പിന്നെ ഈ ഒരു അച്ഛന്റെ മരണത്തിന് ശേഷം ഒരു എന്താ പറയാ, ഒരു ഗ്യാപ്പ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടില്ല. പഠിക്കാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ നിൽക്കുന്നതും കൊല്ലത്ത് തന്നെയല്ലേ ആണ്. അതെ, വിളിക്കാറുണ്ട് ഇടയ്ക്ക്. അമ്മ വിളിക്കാറുണ്ട്. അനിയമ്മാവെ കാണാൻ തോന്നാറുണ്ടോ ഇടയ്ക്ക്? ഇങ്ങോട്ട് ആണല്ലേ, വീഡിയോ കോളൊക്കെ ചെയ്യും, ഡെയിലി വിളിക്കും. അപ്പൊ പറയോ അനിയമ്മാവ കാണാൻ വരണം എന്നൊക്കെ പറയാറുണ്ടോ? പ്രൊജക്ടും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അങ്ങനെ അവിടെ തന്നെ ആയിരിക്കും കൂടുതൽ. ആണ്. അങ്ങനെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാറില്ല? ഇടയ്ക്കിടയ്ക്ക് വരും, കാണും, പോകും. അമ്മ പറയാറുണ്ട് കിച്ചുവിനായിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് റൂം ഉണ്ട്, കിച്ചുവിന്റെ റൂം തന്നെയാ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം വരുമ്പോ ഒക്കെ എങ്ങനെയാ, റൂം കാണുമ്പോ ഒരു സന്തോഷാണോ? അതെ, വന്നു കഴിഞ്ഞാൽ എന്റെ ലോകം അതാണോ? അതിനകത്തിലായിരിക്കും കൂടുതൽ ടൈമും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം ഇഷ്ടമുള്ള ഭക്ഷണം അമ്മ എനിക്കിത് വേണം അങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ടോ? വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ പണ്ട് മുതലേ ഇല്ല, എന്ത് കിട്ടിയാലും കഴിച്ചോളൂ അങ്ങനെയാണോ? സ്പെഷ്യൽ എന്തെങ്കിലും കാണും, അമ്മ എന്തെങ്കിലും റെഡിയാക്കാറുണ്ടല്ലേ? ഓക്കെ. അപ്പോ ഈ തരത്തില് നെഗറ്റീവ് കമന്റ്സ് വരുന്നു, പിന്നെ അമ്മയാണ്, പിന്നെ ഈ പറയുന്ന പോലെ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ തന്നെ അമ്മ എക്സ്പോസ് ചെയ്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കമന്റുകളാണെങ്കിൽ. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളാണെങ്കിൽ തന്നെ വേറെ കല്യാണം കഴിച്ചു എന്നുള്ള തരത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് കാണുമ്പോ എന്താ പറയാ, ഞാനങ്ങനെ കാണാറില്ല. എന്താ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലേ? ജസ്റ്റ് കാണും, ഒന്നുമില്ല. അമ്മേനെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല, എനിക്ക് ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് മാത്രം കഥ മനസ്സിലായില്ല, അപ്പം അങ്ങനെ വിളിച്ചു ചോദിച്ചു.
അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അമ്മ അത്രയൊന്നും എക്സ്ട്രീം ലെവലിലേക്കൊന്നും പോയി ചെയ്യേണ്ട അങ്ങനെയൊന്നും അഭിപ്രായമൊന്നുമില്ല. പക്ഷെ അതൊക്കെ അമ്മയുടെ ഇഷ്ടമല്ലേ, നമ്മളെന്ത് പറയാൻ പറ്റും. അങ്ങനെയൊന്നും പ്രത്യേകിച്ച്, അതായത് എല്ലാവരുടെയും സംശയം എന്താണെന്നറിയോ, അതായത് അമ്മ ഈ തരത്തിലൊക്കെ ഫോട്ടോഷൂട്ട് ആണെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുന്ന തരത്തിൽ അങ്ങനെയൊക്കെ പോകുന്ന ടൈമിൽ കാരണം കിച്ചു വളർന്നു വരികയാണ്, ഋതു വളർന്നു വരികയാണ്, അപ്പൊ നിങ്ങൾക്കൊക്കെ നാണക്കേട് ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം. കിച്ചു അങ്ങനെയൊന്നുമില്ല. ഇല്ല, അങ്ങനെയില്ല.